എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 250 മീറ്റർ മാറി നമുക്കൊരു 4 ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ അവിടെ ചേർന്ന് കാണുന്ന ആ വീടിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വരുന്നത് 85 ലക്ഷം രൂപയുടെ വീടായിരുന്നു. അത് നമുക്ക് 5 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. 4 ബെഡ്റൂമാണ് വരുന്നത്. 2 വലിയ കാറുകളുള്ള കാർ പോർച്ചും വരുന്നുണ്ട് ആ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വേൾഡ് ഹൗസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആണ് ആ വീടിൻ്റെ ഡീറ്റെയിൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയത് കാർ പോർച്ച് ഏരിയയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു ബേസ്ഡ് ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിലെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തേക്കാണ്, നമുക്ക് മാറ്റ് പോളിഷാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീടിൻ്റെ ഡിസൈൻ വന്നിട്ട് നമ്മുടെ പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർലോക്ക് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർലോക്കാണ് നമുക്ക് മുറ്റത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയും ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ 4 സൈഡും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂര് പോകാൻ വേണ്ടി നമുക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്ന നമ്മുടെ റോഡിൻ്റെ വീതി വന്നിട്ട് നമുക്ക് 3 മീറ്ററാണ് നമ്മുടെ റോഡിൻ്റെ വീതി വന്നിട്ട്. നമുക്ക് ഇൻ്റർലോക്കാണ് നമ്മുടെ റോഡിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റ് വന്നിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഒരു മടക്ക് ഗേറ്റ്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. ഹൗസ് സൈഡൊക്കെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. നമുക്കിവിടെ ഫൈനൽ വർക്കൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഈ വർക്ക് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്കിവിടെ ചെറിയ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ വന്നിട്ട് നമുക്ക് തേക്കിലാണ് ഡോർ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ഡോറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. നമുക്ക് വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. ഈ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട് 17x16 നമ്മുടെ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. നമ്മുടെ ടി വി യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു ടി വി യൂണിറ്റാണ് ഇവിടെ വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് ടി വി ആണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റാണ് വരുന്നത്. ടി വി യൂണിറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്യാനുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് വാസ്തു പ്രകാരമാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. വടക്ക് ദർശനമാണ് വീട് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് നമുക്ക് 11x11 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ 4 സീലിംഗ് ചെയ്തിട്ടുള്ള. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. വാഷ് ബേസ് കൗണ്ടറിൽ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നല്ലൊരു സ്റ്റോറേജ് കൂടിയൊരു കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കൂടുതൽ സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിലെ സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നല്ല പ്രീമിയം ബോർഡ് ഇട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലോങ് ലൈഫാണ് നമ്മുടെ ബോർഡിൻ്റെ ഗ്യാരണ്ടി പറയുന്നത്. കിച്ചണിൽ നമുക്ക് 2 സെക്ഷനായിട്ടാണ് നമ്മുടെ കിച്ചൺ തിരിച്ചിട്ടുള്ളത്. ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ടൈൽ കൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ടൈലാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. കിച്ചണിലൊക്കെ നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് പെൻഡിങ് ഉണ്ട്. നമ്മുടെ വർക്ക് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകും. ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് വരുന്നുണ്ട്. അതല്ല നമുക്ക് വർക്ക് ചെയ്ത് ഇറക്കണമെങ്കിൽ അതിനുള്ള സ്പേസും വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോർ റൂം എടുക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമ്മുടെ കിണർ വന്നിട്ട് നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് നനയൽ വരുന്നുണ്ട്. ബാക്ക് സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. നമ്മുടെ അകത്തെ ഡോറുകളെല്ലാം നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ കൊത്തുവർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഡോറിൻ്റെ നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 11x11 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ പ്രീമിയം ബോർഡ് ഇട്ടാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്.
കബോർഡിൽ നമുക്ക് മിറർ ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് അകത്ത് തന്നെ പെയിൻറ്റിങ്, നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുണ്ട്, നമുക്കിവിടെ അപ്പോസ് വർക്കും ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് നല്ല ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് നമുക്ക് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വന്നിട്ട്. സ്റ്റെയറിലെ ടെയിൽ വന്നിട്ട് നമുക്ക് വുഡിന്റെ ഡിസൈൻ വരുന്ന ടെയിലാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇരുമ്പാണ്. ഇത് നമ്മുടെ വുഡിന്റെ ഡിസൈൻ ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റ് ബ്ലാക്ക് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തന്നെ വന്നിട്ട് നമുക്ക് തേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓപ്പൺ ബാൽക്കണിയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ഡോറൊക്കെ വന്ന് നമ്മളെ പ്രീമിയം ഡോറാണ് നമുക്ക് വീട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയും വരുന്നുണ്ട്. നമുക്കിവിടെ 2 ബാൽക്കണിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ബെഡ്റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണി വന്നിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സന്ധ്യയൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതേപോലെ നമുക്ക് നല്ല സൈലൻറ്റ് ഏരിയയാണ് ഇവിടെ വരുന്നത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 8x13 നമ്മളെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ബെഡ്റൂമിൽ കബോർഡ് വർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ നമുക്ക് ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതാണ് ഹാളിൽ നിന്ന് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന നമുക്ക് ഇരുമ്പാണ്. ഇത് നമ്മുടെ വൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല മങ്കാട്ടടവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 4 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമാണ്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെയുള്ള കാർ പോർച്ച് ഏരിയയും വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ.